ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ആൻഡീസ് കിച്ചൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന വെട്ട് കേക്ക് അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ചേക്കണേ. വെട്ട് കേക്ക് 1/2 കിലോ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യം നമുക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കാൽ കപ്പ് പഞ്ചസാരയും 6 ഏലക്കായും പൊടിച്ചത് ഈ മുട്ടയിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/2 കിലോ മൈദമാവ് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളത്തിൽ പൈനാപ്പിൾ എസൻസ് 3-4 തുള്ളി ഒഴിച്ചു കൊടുക്കാം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ യെല്ലോ കളർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും കുഴച്ചെടുക്കാം. ചപ്പാത്തിപ്പൊടിക്ക് കുഴക്കൂലേ, അതേപോലെ കുഴച്ചെടുക്കാം. പിന്നെ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ വലിച്ചു നീട്ടി നീളത്തിലും ചതുരത്തിലും ആക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. ഇതിലും ചെറുത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇതുപോലെ പൂ പോലത്തെ ഷേപ്പിലും തയ്യാറാക്കാം. ഞാനിവിടെ ചെറിയ വെട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെട്ട് കേക്കല്ലേ, വെട്ട് കിടന്നോട്ടെ എന്ന് കരുതി. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. ഈ ഗോൾഡൻ നിറമായാൽ നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഴക്കാലമല്ലേ, ചൂടായ ചായക്കൊപ്പം വെട്ട് കേക്ക് അടിപൊളിയാണ്. കാറ്റ് കയറാത്ത ടിന്നിലോ ഡബ്ബയിലോ സൂക്ഷിച്ചാൽ കുറച്ചധികം ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസൊക്കെ സ്കിപ്പാവാതെ കാണണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.